ഹലോ മൈ ഡിവൈൻ ഗൈഡ്സ് യൂണിവേഴ്സ് മെസ്സേജ്. എന്നെ കേൾക്കുന്ന ആൾക്കാർ ഇതിൽ പറഞ്ഞിരിക്കുന്ന പോസിറ്റീവ് കാര്യങ്ങൾ നിങ്ങൾ ഒബ്സർവ് ചെയ്യുക, നെഗറ്റീവ് കാര്യങ്ങൾ വിട്ടേക്കുക. ഓക്കെ, ഇന്ന് നിങ്ങൾക്ക് ഡിവൈൻ നൽകിയിരിക്കുന്ന മെസ്സേജസ് ആണ്. അതായത് നിങ്ങളുടെ സ്വയത്തെ തിരിച്ചറിയുക എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ സ്വയത്തെ നിങ്ങൾ വിലയിരുത്തുവാൻ തന്നെയാണ് പറയുന്നത്. അതായത് നിങ്ങൾക്ക് പല വിധത്തിലുള്ള പ്ലാനിങ്സ് ഉണ്ടാകാം. ഓക്കെ, നിങ്ങളുടെ ഉള്ളിലുണ്ടാകുന്ന ടെൻഷൻസും പ്രോബ്ലങ്ങളും കൊണ്ടായിരിക്കും നിങ്ങൾ ഒരുപക്ഷെ അതൊക്കെ മാറ്റി വച്ചിട്ടുണ്ടാകുക. അതിൻ്റെ എല്ലാം കാരണങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണ്ട വിധത്തിൽ ഗൈഡൻസ് തരാനോ നിങ്ങൾക്കൊരു മെഡിറ്റേഷൻ ലഭിക്കുന്നതിനുള്ള ഗൈഡൻസോ ഒന്നും തരാൻ നിങ്ങളുടെ ജീവിതത്തിൽ ആരും തന്നെ ഇല്ല. നിങ്ങൾക്ക് കിട്ടേണ്ട ഇൻഫോർമേഷൻ മെസ്സേജസ് നിങ്ങൾക്ക് ഡിവൈൻ യൂണിവേഴ്സ് നൽകുന്നുണ്ടെങ്കിലും പ്രോപ്പർലി അത് അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്തെല്ലാം നേട്ടങ്ങളുണ്ടാകുന്നു, അവളുടെ ജീവിതത്തിൽ എന്തെല്ലാം നേട്ടങ്ങളുണ്ടാകുന്നു, എന്തുകൊണ്ടാണ് എൻ്റെ ലൈഫിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് ഓർത്തിട്ടായിരിക്കാം നിങ്ങളിപ്പോൾ ഇരിക്കുന്നത്. ഈ ലൈവ് വീഡിയോ ക്യാച്ച് ചെയ്യുന്ന എല്ലാവരോടും ഞാൻ പറയുകയാണ്, അതായത് നിങ്ങളുടെ സ്വയത്തെ തിരിച്ചറിയുവാൻ എന്ന് തന്നെയാണ് ഡിവൈൻ യൂണിവേഴ്സ് മെസ്സേജ് പറയുന്നത്. നിങ്ങൾക്ക് കിട്ടുന്ന ഗൈഡൻസ്, നിങ്ങളുടെ മാർഗങ്ങൾ, നിങ്ങളുടെ ദൃഷ്ടിയിൽ പതിഞ്ഞിട്ടുള്ള നോട്ടങ്ങൾ, അതിനെയെല്ലാം എന്തുതന്നെയായാലും ഒബ്സർവ് ചെയ്ത് മാറ്റിക്കളയുക. ഓക്കെ, അതിനെയൊക്കെ ഒബ്സർവ് ചെയ്ത് മാറ്റിക്കളയാൻ തന്നെയാണ് ഡിവൈൻ യൂണിവേഴ്സ് ഗൈഡൻസ് മെസ്സേജ് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ മാഗ്നറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാം ആണെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻഡ്യൂട്ടീവ് സെൽഫ് ഡിസിഷൻ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്കൊരു ഹാർട്ട് ബ്രേക്ക് ചക്ര ഉണ്ട്. ഓക്കെ, അത് ബ്ലോക്കിംഗ് ആയിട്ടാണ് നിങ്ങൾക്ക് അവിടെ നിൽക്കുന്നത്. നിങ്ങളുടെ സെൽഫ് ഇമാജിനേഷൻ ക്രിയ അതെന്ന് പറയുന്നത് ടോട്ടലി എല്ലാവർക്കും ആ ഒരു പ്യൂരിറ്റി ആയിട്ട് കിട്ടണമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ മെസ്സേജസ് ഇൻഫോർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് പല വിധത്തിലുള്ള ആൾക്കാരെയും നിങ്ങൾക്ക് കിട്ടാം, അങ്ങനെ ക്യാച്ച് ചെയ്യാം. നിങ്ങൾക്ക് ഓർക്കുക, നിങ്ങളുടെ സങ്കടങ്ങൾ, വിഷമങ്ങൾ, നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ മാത്രമായിട്ട് നിങ്ങൾ സംസാരിക്കുക. ഓക്കെ, നിങ്ങളുടെ ലൈഫ് പേഴ്സൺ ആയിട്ടുള്ളൊരു വ്യക്തിയോടായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വ്യക്തിയായിട്ടായിരിക്കാം നിങ്ങൾ സംസാരിക്കുന്നത്. നിങ്ങളുടെ കുടുംബത്തിലുള്ളവരോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത റിലേഷൻഷിപ്സോ ഏതുമായിക്കോട്ടെ, നിങ്ങൾക്കൊരു മാഗ്നറ്റ്, അതായത് നിങ്ങളുടെ ഒരു കാന്താകർഷണ വലയത്തിൽ നിൽക്കുന്ന വ്യക്തികളും ആയിരിക്കാം. അപ്പോൾ നിങ്ങളൊരു മാഗ്നറ്റായിട്ട് വലിച്ചു കൊണ്ടുപോകുന്ന ഒരുപാട് തോട്ട്സ്, എനർജിയുള്ള വ്യക്തികളും ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ റിലേഷൻഷിപ്സ് എന്നെല്ലാം എന്തൊക്കെയാണോ അതൊക്കെ ഇപ്പം നിങ്ങളുടെ ആകെ ഹാർട്ട് ബ്രേക്കായിട്ട്, ബ്ലോക്കിംഗ് ആയിട്ട് നിൽക്കുവാണ്. നിങ്ങളുടെ എനർജീസ്, കറണ്ട് സിറ്റുവേഷൻസ് എനർജി ആയിട്ട് നിങ്ങൾക്കിത് പാസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കത് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലിൽ മെസ്സേജ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ടാരോട്ട് ഗൈഡൻസ് മെസ്സേജ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കിട്ടേണ്ട ഇൻഫോർമേഷൻ മെസ്സേജസ് ആണ് ഇന്ന് നിലവിൽ നിങ്ങൾക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് കറൻ്റ്ലി. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ ഹാർട്ട് ബ്രേക്ക് ഒരു പ്രോബ്ലം മീൻസ് നിങ്ങൾക്ക് ആ ഒരു പ്രശ്നത്തെ എന്തൊക്കെ കൊണ്ട് തന്നെയാലും നിങ്ങൾക്ക് തരണം ചെയ്യാൻ പറ്റും എന്നാണ് ഡിവൈൻ പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അതിനുള്ള എൻപതിയുണ്ട്, പവറുണ്ട്, സ്ട്രെങ്ത് ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡിവൈൻ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് അതൊന്നും നിങ്ങൾക്ക് വിലയിരുത്താൻ പറ്റാതെ നിങ്ങൾ മറ്റെന്തിനെയോ ആണ് തേടി നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, മൂൺ കാർഡും വന്നിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതിൽ നിന്ന് വ്യക്തമാവുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടാത്തത് നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇതിനെ എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യണം നിങ്ങൾക്ക് അറിയത്തില്ല. നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ ലൈഫിനെ കൊണ്ടുപോകണം, നിങ്ങളുടെ ലൈഫിനെ എങ്ങനെ അച്ചീവ്മെൻറ്റ് ചെയ്യണം, നിങ്ങളുടെ കാര്യങ്ങൾ എങ്ങനെയെല്ലാം പർപ്പസ്ഫുള്ളിൽ എത്തിക്കണം എന്ന് ആണ് നിങ്ങൾ വിചാരിക്കുന്നത്. ഓക്കെ, പിന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് മാഗ്നറ്റായിട്ട്, അതായത് നിങ്ങളുടെ ലൈഫിൽ ഒരാൾ നിങ്ങളെ വളരെയേറെ ഇങ്ങനെ ആകർഷിക്കുന്നുണ്ട്. ഓക്കെ,
അതൊരു നെഗറ്റീവ് പേഴ്സൺ തന്നെയാണ്. ആ നെഗറ്റീവ് പേഴ്സൺ പർപ്പസ്ഫുള്ളി നിങ്ങളുടെ മൈൻഡിൽ ഒരു നോട്ടം ഇട്ടിട്ടുള്ള ഒരു വ്യക്തിയുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ആ വ്യക്തിയുമായിട്ട് വളരെ ഡീപ്പ് കണക്ഷൻസ് ആണെന്നുണ്ടെങ്കിലും മൈൻഡ്ഫുള്ളി നിങ്ങൾക്ക് ഓക്കെ അല്ല ആ വ്യക്തിയുമായിട്ട്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ ഫുൾ പർപ്പസിലും നിങ്ങളുടെ എല്ലാ ഇമാജിനേഷൻ കാര്യങ്ങളിൽ പോലും ആ വ്യക്തി നിങ്ങളെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. മനസ്സിലായോ? പക്ഷേ നിങ്ങൾക്ക് ഇവിടെ ഡിവൈൻ നിങ്ങൾക്ക് പല വിധത്തിലുള്ള ആക്ടിവിറ്റീസും ഇൻഡ്യൂഷൻ സെൽഫ് എല്ലാം നിങ്ങൾക്ക് ഡിവൈൻ തന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ മുഴുവൻ പ്രശ്നങ്ങളിലാണ് നിങ്ങളുടെ തോട്ട്, നിങ്ങളുടെ മൈൻഡ്. ഓക്കെ, നിങ്ങളുടെ മൈൻഡ് കണക്ട് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ പ്രശ്നങ്ങളിലാണ്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് ഡിവൈൻ എന്താണ് നൽകുന്നത്? നിങ്ങളുടെ മുൻപോട്ടുള്ള ജീവിതം, അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്റ്റ് ജീവിതം, കഴിഞ്ഞ ജീവിതത്തെക്കുറിച്ച് നിങ്ങളിനി ഓർക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ ലൈഫിൽ ഇനി വരാനിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് കണ്ടോ, നല്ലൊരു ലൈഫ് സിറ്റുവേഷൻസാണ്, നല്ലൊരു സെറ്റിൽമെൻറ്റ് ലൈഫാണ് നിങ്ങൾക്ക് വരാനിരിക്കുന്നത്. എന്നിട്ടും നിങ്ങൾ അത് കാണാണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ കണ്ടുകൊണ്ടാണ് നിങ്ങൾ നിൽക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് കരിയർ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് ഇവിടെ ഡിവൈൻ തരുന്നുണ്ട്. പക്ഷെ നിങ്ങളത് നോക്കുന്നില്ല, നിങ്ങൾ മൈൻഡും കൂടെ ചെയ്യുന്നില്ല. അതെന്തുകൊണ്ടാണ്? ഓക്കെ, നിങ്ങൾക്ക് കിട്ടേണ്ട മെസ്സേജ് ഇൻഫോർമേഷൻസ് പോലും കിട്ടിയിട്ട് നിങ്ങളത് മൈൻഡ് ചെയ്യാണ്ട് നിങ്ങളുടെ വെൽത്ത്, കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഇതെല്ലാം ഹാർട്ട് ബ്രേക്കായിട്ട് നിങ്ങൾ നിർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ ലൈഫിൽ മുൻപോട്ട് പോകും? നിങ്ങൾ എന്തുകൊണ്ട് ഈ പ്രശ്നങ്ങൾ തരണം ചെയ്യുന്നില്ല? മനസ്സിലായോ? അപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തെല്ലാമാണെങ്കിലും അതെല്ലാം ഡിവൈനിലേക്ക് കൊടുക്കുക. നിങ്ങൾക്ക് ഒരുപാട് ഇൻഡ്യൂട്ട്ലി കണക്റ്റഡ് ആവുന്ന മെസ്സേജസ് ആണിപ്പോൾ. ഓക്കെ, ഇത് കണ്ടോ, ഹയർ പ്രസ്റ്റീജാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ തന്നെ ഒന്ന് മനസ്സിലാക്കാം നിങ്ങൾ എങ്ങനെ, ഏത് തരത്തിലുള്ള ഒരു വ്യക്തിയാണെന്ന്. ഓക്കെ, എല്ലാവരും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെക്കാൾ ഒരുപടി മുൻപിലോട്ട് നിൽക്കുന്ന ഒരാൾക്കാരുമായിട്ട് ഡിവൈൻ കണക്ട് ചെയ്ത് തരും. നിങ്ങൾക്ക് വേണ്ട പ്രശ്നങ്ങൾ നിങ്ങളുടെ മുൻപിൽ എത്തിച്ചു കൊണ്ടുതരുന്ന ആൾക്കാർ, നിങ്ങൾക്ക് എന്താ വേണ്ടത് അവരിൽ നിന്ന് നിങ്ങൾക്ക് എന്താ പറയുക, മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. ബട്ട് ഇപ്പോൾ ഉണ്ടാകുന്ന റിലേഷൻഷിപ്പ് ഹാർട്ട് ബ്രേക്ക് ആണെന്നുണ്ടെങ്കിലും കരിയർ ആണെന്നുണ്ടെങ്കിലും മറ്റുള്ള എന്ത് ആക്ടിവിറ്റീസ് കാരണങ്ങളൊക്കെ ഉണ്ടാണെന്നുണ്ടെങ്കിലും അതിനെയെല്ലാം എന്താ പറയുക, വിട്ടുകളഞ്ഞ് മുന്നോട്ടേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ലൈഫ് പർപ്പസ്ഫുള്ളിയാണ് നിങ്ങൾക്ക് ഡിവൈൻ തന്നിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ കുടുംബം, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയത് എന്തിനെയാണോ അവിടെ നിന്നെല്ലാം നിങ്ങളെ ഡിവൈൻ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അതൊന്നും നോക്കാണ്ട്, മുൻപോട്ട് നോക്കാണ്ട് നിങ്ങൾ പിന്തിരിഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്, നിങ്ങളുടെ ജീവിതം കൊണ്ട് നിങ്ങൾ എന്താ അർത്ഥമാക്കുന്നത് അപ്പോൾ? ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ വരാനിരിക്കുന്ന കാര്യങ്ങളെ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ട് അതിനെ കണ്ടുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. കഴിഞ്ഞത് കഴിഞ്ഞു, പാസ്റ്റ് ലൈഫ്. ഓക്കെ, ഒരുപാട് ഭയങ്കരമായിട്ട് ഹാർട്ട് ബ്രേക്ക്, ഭയങ്കരമായിട്ട് പെയിൻഫുള്ളി രാത്രി ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഓർത്ത് നിങ്ങൾ ചിന്തിച്ച് ആകുലതപ്പെടുന്നുണ്ട്. ഓക്കെ, അത് ഡിവൈനും മനസ്സിലാകുന്നുണ്ട്. പക്ഷേ എന്നിട്ട് പോലും നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങളെ വിലയിരുത്തി നിങ്ങളുടെ സ്വയത്തെ എന്തുകൊണ്ട് തിരിച്ചറിയുന്നില്ല എന്നാണ് ഡിവൈൻ ചോദിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? പിന്നെ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരുപാട് നെഗറ്റിവിറ്റി തോട്ട്സ് മൈൻഡുണ്ട് നിങ്ങളുടെ ഉള്ളിൽ. മനസ്സിലായോ? നിങ്ങൾക്ക് ആരൊക്കെയോ ബ്ലാക്ക് മാജിക്കും ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് ആ ഒരു കറണ്ട് സിറ്റുവേഷൻസ് വെച്ച് ആർക്കൊക്കെയാണോ കണക്ഷൻ ആവുന്നത് അവർക്ക് റെസിനേറ്റായിട്ട് എടുക്കുക. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്, മൈ ഗൈസ്, സ്പിരിച്വൽ യൂണിവേഴ്സ് ഗൈസ് തരുന്ന മെസ്സേജ്. ഓക്കെ, ആർക്കൊക്കെയാണോ ഇത് റെസിനേറ്റ് ആയത് അവർ ഒബ്സർവ് ചെയ്യുക. അത് പോസിറ്റീവായിട്ട് നിങ്ങളുടെ ലൈഫിൽ അതിനെ കണ്ടുകൊണ്ട് മാത്രം മുന്നോട്ട് പോകുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ.